അനിവാര്യമായിരിക്കുന്ന ഒരു മാറ്റം, അതേക്കുറിച്ച് മനസ്സുകളോട് മന്ത്രിക്കുന്ന ഒരു സായം സന്ധ്യ. അതാണ് ഉസ്താദിന്റെ യാത്രയുടെ സംഗമവേദി. ഹൈന്ദവ പുരോഹിതന്മാരും ആ യാത്രയെ മാറോട് ചേർക്കുകയാണ്. രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ പലപ്പോഴും കടന്നുവരുന്ന മഴ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ഈ പരിപാടിയെ ബാധിക്കുമോ എന്നായിരുന്നു എൻ്റെ ഭയം. പക്ഷേ സർവേശ്വരൻ ഇത് നെഞ്ചിലേറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച കണ്ടാനന്ദിക്കുകയാണ് ഹൈന്ദവർ, അത് ആസ്വദിക്കുകയാണ് ക്രൈസ്തവർ. മാനവിക മൂല്യങ്ങളോട് മാറോട് ചേർത്ത മലയാളികൾ ആ നായകനെയും യാത്രയെയും മാറോട് ചേർത്ത് പിടിച്ചപ്പോഴും ആ പണ്ഡിതനോടുള്ള അന്ധമായ വൈരാഗ്യം ജീവിത തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ആ പണ്ഡിതന്റെ വ്യക്തിത്വവും അഭിമാനവും പ്രവർത്തന രീതികളും ചോദ്യം ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ എതിരാളികളെ മനസ്സ് വെറുപ്പിക്കുന്ന ഒരു വാക്കുപോലും പറയാതെ മനുഷ്യർക്ക് വേണ്ടി കാന്തപുരം ഉസ്താദിന്റെ യാത്ര മുന്നോട്ട് പോയപ്പോൾ ഉസ്താദിനെതിരെയുള്ള എതിർപ്പുകൾ പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്ന ചരിത്ര സാക്ഷ്യങ്ങളുണ്ടായി. മഹാനായ ഉസ്താദിന്റെ യാത്രയിൽ സംബന്ധിച്ചുകൊണ്ട് ശ്രീമാൻ ആര്യാടൻ മുഹമ്മദിന്റെ വിശദീകരണങ്ങൾ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിലുണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? അതുകൊണ്ട് മാത്രല്ല, തിരുവനന്തപുരത്ത് AP ഉസ്താദിന്റെ ഉമ്മത്തിങ്ങൾക്ക് ഒക്കെപ്പാടിരിക്കാൻ പറ്റിയൊരു വേദി മാക്സിമം അതായതുകൊണ്ടുകൂടിയാണ്. ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങി പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉസ്താദ് ചെയ്യുന്ന അത്രയില്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തി എടുത്ത് മുജാഹിദ് എത്തിയെടുത്തെത്തും. വണ്ടി റിവേഴ്സ് അങ്ങനെ ഓടും. അങ്ങനെ പിന്നെ കടപ്പുറത്തെയും പോയമാട്ടുമത്തെയും വർത്താനത്തിൽ അന്ത്യശ്വാസം വലിക്കേണ്ടി വരും. സമൂഹത്തിന് ആവശ്യമായ പ്രബോധനത്തിന്റെ അജണ്ടകളെ വേർതിരിച്ച് വ്യതിരിക്തമായി മലയാളിക്കു കൈമാറാൻ കഴിയുന്ന ചലനാത്മകമായ പ്രബോധക സംഘമായി സമൂഹത്തിന്റെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തുകൊണ്ട് ഉസ്താദിന്റെ യാത്ര ആളുകൾ സ്വീകരിച്ചു? അതിന് കെ മുരളീധരൻ മറുപടി പറയുന്നു. ഒരുപാട് യാത്രകൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആ യാത്രകളൊക്കെ പൊതുയോഗങ്ങളോടുകൂടെ തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ യാത്രയ്ക്കുണ്ടായിരുന്ന ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള യാത്രകളായി. പക്ഷെ ആ യാത്രകളിൽ ആ പ്രസ്ഥാനത്തിനോട് എതിരഭിപ്രായമുള്ളവരെ വിമർശിച്ചുകൊണ്ടുള്ള യാത്രകളായി. എന്നാൽ ഉസ്താദിൻ്റെ യാത്രയിൽ ഒരാളെപ്പോലും അദ്ദേഹം വിമർശിച്ചിട്ടില്ല.
ഒരാളെ പോലും അദ്ദേഹം നോവിച്ചിട്ടില്ല. മുഴുവൻ ഒരേ മുദ്രാവാക്യമായിരുന്നു: ഈ സമൂഹത്തിലുള്ള ഓരോ പൗരനും പരസ്പരം സ്നേഹിക്കണം, വിശ്വസിക്കണം എന്നുള്ള മഹത്തായ ആശയമാണ് കഴിഞ്ഞ 17 ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മുഴങ്ങിക്കേട്ടത്. ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇനി വഹാബികൾക്ക് ജോലിയുണ്ടോ? അവർക്ക് അജണ്ട ഉണ്ടോ? അവർക്ക് ഏർപ്പാടുണ്ടോ? നവോത്ഥാനമെന്ന് ഉച്ചരിക്കാനുള്ള ത്രാണിത്വം വഹാബി പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ട പിന്നെ തമ്മിലടിച്ച് പിരിച്ചുവിടല്ലാതെ മാറുകയല്ല. അവിടെയാണ് വഹാബി നവോത്ഥാനം എത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, അതുകൊണ്ട് തന്നെ വഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രതിസന്ധിയാണ് മർക്കസു സഖാഫത്തി സുന്നിയ. എന്നും അവർക്ക് ബലങ്ങുതടിയാണ് സഖാഫികൾ. മൗലവി പറയാണ്, മർക്കസ് പൂട്ടി തന്നാൽ, സഖാഫികളെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കി തന്നാൽ ഈ രാജ്യത്ത് ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കി തരാനാ. സഹോദരങ്ങളെ, ഈ രാജ്യത്ത് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ഗവൺമെന്റ്, ആ ഇസ്ലാമിക ഗവൺമെന്റ് നിയമം കയ്യിലെടുത്തുകൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ സഹോദരന്മാരെ ഭീകരവാദം? ആ ഭീകരവാദമാണ് വഹാബിസത്തിന്റെ അടിത്തറ. വഹാബിസം എന്ന പദത്തിനു മലയാള നിഘണ്ടു നൽകിയ അർത്ഥം മുഹമ്മദിയർക്കിടയിലെ ഒരു തരം ഭീകരവാദികളെന്നാണ്. ലോകം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകതലത്തിൽ വഹാബികൾ എന്നറിയപ്പെടുന്നത് ഭീകരവാദികളാണ്. ഈ അടുത്ത കാലത്ത് ന്യൂഡൽഹിയിൽ ഒരു സെമിനാർ നടക്കുമ്പോൾ ആ സെമിനാറിൽ രാം ജത്മലാനി പറഞ്ഞു, ലോകത്ത് മുസ്ലിങ്ങളല്ല ഭീകരവാദികൾ, വഹാബികളാണ്. ആ വഹാബിസത്തിന്റെ തനതായ ഭീകരവാദ മുഖം കേരളീയ സമൂഹത്തിന്റെ മുൻപിൽ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ കഴിഞ്ഞത് അതിനുവേണ്ടി ശ്രമിച്ചതിന്റെ ചില ഉദാഹരണങ്ങളാണ് മേലെ ഞാൻ സൂചിപ്പിച്ചത്. സുന്നികളെ കൊല്ലണമെന്ന് പറഞ്ഞത്, മഖാമിൽ പോണ സുന്നികളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോണ അമുസ്ലിങ്ങളെ കുറിച്ച് വഹാബികളുടെ ആശയം എന്താണ്? അത് പറയാൻ വഹാബികൾക്ക് ധൈര്യമില്ലാതെ പോയത് സമുദായത്തിന്റെ അകത്തു നിന്നു തന്നെ സഖാഫി പടയണിയും കാന്തപുരം ഉസ്താദും അശ്വനിമാരും സഅദിമാരും ഒക്കെ അതിനെ കൈകാര്യം ആദർശപരമായി ചെയ്തതുകൊണ്ടാണ്. മൗലവി പറയുന്നു, അതുകൊണ്ട് മർക്കസ് പൂട്ടിയാൽ ഞങ്ങളെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കും. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ പറയുന്നു, ഈ മർക്കസു സഖാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സഖാഫി പട്ട ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. ഗ്യാരണ്ടി ഇല്ല, ഇതിന് വാറണ്ടി ഇല്ല. ഈ വരുന്ന ജനുവരി 6-ന് ഈ രാജ്യത്തിന്റെ തെരുവിൽ വഹാബി ഭീകരവാദത്തിന്റെ അടിവേര് മാന്താൻ ആർജവമുള്ള 100 കണക്കിന് കാന്തപുരം ഉസ്താദിന്റെ സഖാഫി പടയണി മർക്കസിൽ നിന്നിറങ്ങാൻ പോവുകയാണ്. അത് അനുസ്യൂതം അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു. ആ ദൗത്യ നിർവഹണത്തിൽ പണ്ഡിതോചിതമായ ദൗത്യ നിർവഹണം കാന്തപുരം ഉസ്താദ് നിർവഹിക്കുന്നു. മർക്കസ് പൂട്ടാൻ പല പണികൾ ചെയ്തിട്ടുണ്ട്. സഖാഫിമാരെ നിങ്ങൾക്കെന്നും ഭീഷണി തന്നെയാ. മൗലവി പറയുന്നു, സഖാഫികളെ തുടച്ചു നീക്കണം. പക്ഷെ അത് നടക്കൂല, നടന്നിട്ടില്ല. എന്നാൽ മുജാഹിദുകൾ അവസാനം എന്തു പറഞ്ഞു? മുജാഹിദ് ബാലുശ്ശേരിനെ തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ മുജാഹിദ് സലാമത്താവൂല, അല്ലെ? അങ്ങനെ എന്ത് ചെയ്തു? സകല മുജാഹിദുകളും കൂടിയിട്ട് ചാടകം തുടക്കണ മാതിരി മുജാഹിദ് ബാലുശ്ശേരിനെ തുടച്ചാണ് നീക്കി. കാന്തപുരം ഉസ്താദും കാരന്തൂർ മർക്കസും അജയ്യമായ അതിന്റെ ചരിത്ര നിയോഗത്തിന്റെ പരിപൂർത്തീകരണ പാതയിലൂടെ മുന്നോട്ട് ഗമിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, പക്ഷേ മർക്കസ് കൂട്ടാൻ പണി വലതും ചെയ്തു. എത്രത്തോളം ചെയ്തു? വഹാബികൾ പൊതുസമൂഹത്തെ മർക്കസിനെതിരാക്കി തീർക്കാൻ, കാരന്തൂർ മർക്കസ് തുടച്ച് പൂട്ടിവെക്കാൻ, അങ്ങനെ വഹാബി ഭീകരവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ പാകപ്പെടുത്താൻ ഒരു കറുത്ത പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്ററിൽ എന്താണ്? ചേകന്നൂരിനെ കൊന്നത് കാന്തപുരം ഉസ്താദാണെന്നാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു. കാരന്തൂർ മർക്കസ് പൂട്ടണമെന്നും പറഞ്ഞ് അഡ്രസ് ഇല്ലാത്ത കറുത്ത പോസ്റ്റർ തെരുവിലിറങ്ങി. സുന്നികൾ കാണാപ്പാടം പഠിച്ചത് മുഴുവൻ നേർച്ചയാക്കി. രാജ്യത്തെ 100 കണക്കായ അനാഥാലയങ്ങളിൽ നിന്ന് 1000-കണക്കിനായ അനാഥകളുടെ കണ്ണനേര് കാന്തപുരം ഉസ്താദിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായി പെയ്തിറങ്ങി. അരീക്കോട് പരിസരത്തുള്ള സുന്നത്തിന്റെ മാറ്റിന്റെ പ്രവർത്തകന്മാര് കുതുബിയത്ത് നേർച്ചയാക്കി.
KP ഉസ്താദിനെതിരെ ഈ പോസ്റ്റർ ഒട്ടിച്ച ആൾക്കാരെ കിട്ടണ്ടേ? ഒട്ടിച്ച് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് കുത്തുബിയത്ത് നിർച്ചയാക്കി 1000 വട്ടം മൊയ്തീൻ ശൈഖ് തങ്ങളെ വിളിച്ച് കുത്തുബിയത്തും കഴിഞ്ഞ് അങ്ങാടി കൂടെ അങ്ങനെ വന്നപ്പോണ്ട് പൊരിഞ്ഞ മൈദ തേക്കല, പൊരിഞ്ഞ ഒട്ടിച്ചലാണ് മൗലവിമാർ. മൊയ്തീൻ ശൈഖ് തങ്ങൾ ഓടലോടെ പിടിച്ചെന്ന് പ്രവർത്തകർ കൈയോടെ കൈകാര്യം ചെയ്തു. കിട്ടിയത് വാങ്ങി മുണ്ടാതെ നിൽക്കണ്ടേ? പഴയതൊന്നും പാത്തക്കാത്ത ആൾക്കാരാ വഹാബികള്. പാത്തച്ചാ ശിർക്കാവും. ആ വഹാബികള് പണ്ട് ഉസ്താദിനെ കൂട്ടിലടക്കാൻ ഒട്ടിച്ച പോസ്റ്റർ പാത്തച്ചത് എടുത്തിട്ട് പറയാ, ഇത് ഒട്ടിച്ചില്ലേ ഞമ്മള് അന്തിക്ക് നേരം വെളുത്തുകാണ്ട് രാവിലെ പീടി ചെന്നിട്ട് നമ്മൾ തന്നെ ചോദിച്ചില്ലേ ആരാത് ഒട്ടിച്ചത് എന്ന്, ഒട്ടിച്ച ആൾക്കാരെ കിട്ടാതെക്കാന്. പക്ഷെ അരീക്കോട്ടൊന്ന് പൊടിച്ചില്ലേ, കിട്ടിയില്ലേ പോലീസിന്റെ ഒന്നും സുന്യാളെടുത്തുന്ന മൗലവി പറയണേ. പ്രവർത്തനങ്ങൾ മുഴുവൻ നിർദ്ദേശപ്രകാരവും സമ്മതപ്രകാരവുമായിരുന്നു. വ്യാജ പോസ്റ്റർ ഒട്ടിച്ചു. വളണ്ടിയർ പേരിൽ കാരന്തൂർ മർക്കസിന്റെയും സുന്നി ടൈഗർ ഫോഴ്സിന്റെയും ഇഹ്സാനിയുടെയും ഷെയ്ഖുനയുടെയും ഭീകരതയുടെ മുഖം വിച്ഛേദിയ പോലീസിന് അഭിവാദ്യങ്ങൾ. ചേതനൂർ കൊലപാതകം സൂത്രധാരൻ കാന്തപുരം മുസ്ലിയാരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. കേസന്വേഷണം വഴി തിരിച്ചുവിടാൻ 1 കോടി നൽകിയത് അന്വേഷിക്കുക. 8 കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കാരന്തൂർ മർക്കസ് ഏഴ് വിശദാംശങ്ങൾ പുറത്തുവിടുക. അണികളെ വരിലേക്ക് രക്ഷപ്പെടാൻ തന്ത്രം വരെയുന്ന ഷെയ്ഖുനെ തിരിച്ചറിയുക. രാജ്യത്ത് സംഘർഷവും വിഭാഗീയതയും വളർത്തുന്നതിനെതിരെ അധികൃതരും സമൂഹവും ഉണരുക. പൗരാവകാശ വേദി കോഴിക്കോട് ഈ പോസ്റ്റർ നാടുകളിൽ ഒട്ടിച്ചു. രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒട്ടിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. എന്നിട്ട് ഉറക്കമൊഴിച്ച് രാത്രി ഒട്ടിച്ച ഞങ്ങൾ പകൽ കടന്നുറങ്ങാൻ പാടില്ല. പകൽ തന്നെ നോക്കി നിന്നിട്ട് ആരാടാ ഈ പോസ്റ്റർ, ഏതാടാ ഇവിടെ പൗരാവകാശ വേദി, ഇത് ആരാടാ ഇവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടു കൂടി ഞങ്ങൾ തന്നെ വായിക്കുകയും വേണം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കിട്ടിയ നിർദ്ദേശങ്ങൾ. ഈ ക്യാമ്പസിൽ വന്ന് ഈ പോസ്റ്റർ കണ്ടതിന്റെ പിറ്റേ ദിവസം ഏതാനും മുസ്ലിംകളുടെ കൂട്ടത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഏതാനും പ്രവർത്തകർ ഈ ക്യാമ്പസിൽ വരികയും എവിടെയാണ് എന്ന് 2 വ്യക്തികളെ IS വളണ്ടിയർ കൊണ്ട് 2 നേതാക്കൾ അന്വേഷിക്കുകയും ചെയ്തു. അവരെ മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. ആരാണ് ഈ പോസ്റ്റർ ഇട്ടതെന്ന് ചോദിച്ചു. ഞങ്ങളല്ല എന്നാണ് പറഞ്ഞത്. അവർ ഇവിടെയുള്ള പോസ്റ്ററുകൾ കണ്ടത് മുഴുവൻ ചീന്തിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ധർണ സംഘടിപ്പിച്ചു. മലപ്പുറത്ത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളണ്ടിയർ പോലെ ഉപയോഗിച്ച് അമുസ്ലിങ്ങളെ പോലും കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി മലപ്പുറത്ത് ധർണ സംഘടിപ്പിച്ചു. ചേകനൂർ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കുക, മതപ്രബോധന സ്വാതന്ത്ര്യം നിലനിർത്തുക, പൗരാവകാശ സമ്മേളനം. കിട്ടിയത് വാങ്ങി മുണ്ടാതെക്കണ്ടേ? നമുക്ക് മൊയ്തീൻ ശൈഖ് തങ്ങൾ പിടിച്ചെന്നാ പിന്നെ കുറച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ കുരുത്തക്കേട് കിട്ടൂലേ? അപ്പൊ കുട്ടികളൊന്നാണ് കൊടുത്തതേക്കാരോ അറിയില്ല. മൗലവി പറയുന്നു കിട്ടിയെന്ന്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇതൊക്കെ എന്തിനാ മൗലവിമാര് ചെയ്തത്? മഹാനായ ഖമറുലുലമ കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ സത്തയെ തിരിച്ചു പിടിക്കുകയും സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് വഹാബി നശീകരണം തിരസ്കരിക്കപ്പെടുകയും ചെയ്തപ്പോൾ മർക്കസിനെയും കാന്തപുരം ഉസ്താദിനെയും നേർക്കുനേരെ എതിരിട്ടുകൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയില്ലെന്ന പരാജയ ഭീതിയിൽ നിന്നാണ് നെറികെട്ട ഇരുട്ടിന്റെ മറവിൽ വൃത്തികേടിന്റെ പോസ്റ്ററുകളും അതുപോലെ തന്നെ ദുരാരോപണങ്ങളുമായി വഹാബികൾ കടന്നു വന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും സമൂഹം കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിച്ചില്ല. തെളിമയാർന്ന തന്റെ തൂവെള്ള വസ്ത്രം പോലെ തന്റെ ഹൃദയങ്ങളിൽ നിന്ന് വിശുദ്ധമായി വഴിഞ്ഞൊഴുകിയ സ്നേഹത്തിന്റെ സന്ദേശങ്ങളെ ആസ്വദിച്ചവരായിരുന്നു ഈ രാജ്യത്തെ പൊതുസമൂഹം. എത്രത്തോളം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കേണ്ടി വന്ന ആളുകൾക്ക് പോലും മഹാനായ കാന്തപുരം ഉസ്താദ് സൃഷ്ടിച്ചെടുത്ത സ്നേഹബന്ധത്തിന്റെയും ഊഷ്മളതയിൽ മഹാനായ ഉസ്താദിന്റെ സ്നേഹം തിരിച്ചറിയേണ്ടി വന്നു. മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ശ്രീധരൻപിള്ള പറയുന്നത്, എനിക്ക് ഉസ്താദിനോടുള്ള സ്നേഹം ഈ സമുദായത്തിൽ ഭീകരവാദത്തിന്റെ കാലൊച്ച ആദ്യമായി കേൾക്കേണ്ടി വന്നപ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ച നേതാവാണ് കാന്തപുരം ഉസ്താദ് എന്നാണ്. എനിക്ക് കാന്തപുരത്തോടുള്ള മറ്റൊരു യോജിപ്പ്, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് കേരളത്തിൽ തീവ്രവാദത്തോട് ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തീവ്രവാദം അപകടകരമാണ്, ഈ ചെറുപ്പക്കാരുടെ പോക്ക് അപകടകരമാണെന്ന് തുറന്നു പറയാൻ അവസരം ലഭിച്ച, തുറന്ന് ആദ്യമായി പറഞ്ഞ പണ്ഡിതനായും ഞാൻ ശ്രീ കാന്തപുരത്തെ കാണുകയാണ്. പല തവണ അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ട്. എല്ലാം പരസ്യമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ മറ്റാളുകളും ഒക്കെ തന്നെ പല കോളേജുകളും അന്ന് ഞങ്ങൾ അനുവദിച്ചു കൊടുത്ത പാണ്ടിക്കാട് കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജുകളും, ആ കോളേജുകളിലൊക്കെ അതിന്റെ ആളുകളും വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ കള്ളുഷാപ്പിൽ പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നവരാണെങ്കിൽ കാന്തപുരം നട്ടല് നിവർത്തി വന്നിട്ടുണ്ട്. ആ സവിശേഷത ഞാൻ പറയുന്നു. അദ്ദേഹത്തിന് എല്ലാവരും കാന്തപുരം ഉസ്താദിന്റെ ജീവിതത്തിൽ മറച്ചു വെക്കാനൊന്നുമില്ല. തുറന്ന പുസ്തകം പോലെ പ്രബുദ്ധ മലയാളികളുടെ മുമ്പിൽ ഇസ്ലാമിക ദൈവത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉജ്ജ്വലമായ ചരിത്ര ഏടുകൾ
ഈ രാജ്യത്തിനു സമ്മാനിച്ച കാന്തപുരം ഉസ്താദ് തന്റെ കർമ്മമണ്ഡലങ്ങളുടെ കേന്ദ്രബിന്ദുവായി എവിടുന്ന് പടുത്തുയർത്തിയ കാരന്തൂർ മർക്കസ്, ആ മർക്കസിനെതിരെ കറുത്ത പോസ്റ്ററിലൂടെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട കേരളീയ വഹാബികൾക്ക് ആ മർക്കസ് എന്താണ് സമൂഹത്തിനെതിരെ ചെയ്തതെന്ന് പറയാൻ കഴിയുമോ? ഈ രാജ്യത്തെ സൂക്ഷ്മമായ സ്നേഹബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കാനുള്ള സേവന പ്രവർത്തനങ്ങളെ, രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിലേക്ക് വഴിഞ്ഞൊഴുകിയ സ്നേഹത്തിന്റെ കിരണങ്ങളെ ഇതല്ലേ മർക്കസുസ് സഖാഫത്തി സുന്നിയ കൈമാറിയതോ? ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മർക്കസ് എന്നും സ്നേഹമാണ് കൈമാറിയിട്ടുള്ളതോ? ആരെയാണ് മർക്കസ് ഇവിടുത്തെ സ്നേഹ സാമ്രാജ്യത്തിൽ ഒന്നാമതായി ഇണക്കിച്ചേർത്തതോ? 25ഓളം വരുന്ന അനാഥകളെ, ആ അനാഥകളെ തലോടിക്കൊണ്ടാണ് മർക്കസിന്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. ആ മർക്കസിന്റെ ആദ്യ സംരംഭമായി 25 അനാഥകളിലൂടെ സമാരംഭം കുറിച്ച അനാഥാലയത്തിന്റെ സംഭാവനയായി ഈ സമുദായത്തിന്റെ പുറമ്പോക്കിലേക്ക് എറിയപ്പെട്ട നൂറുകണക്കായ അനാഥകളെ അഭ്യസ്തവിദ്യരായി ആലിമുകളായി അഡ്വക്കറ്റുമാരും എഞ്ചിനീയറുമായി പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈമാറിയ മഹത്തായ മർക്കസിന്റെ മടിത്തട്ടിൽ നിന്ന് മലയാളി കാണാത്ത കാരുണ്യത്തിന്റെ കാൽവെപ്പുകൾ ഉണ്ടായി. സഹോദരന്മാരെ, അറിയില്ലേ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തോ ആ പെട്ടെന്ന് മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ അസാന്നിധ്യം ഏൽപ്പിച്ച ആഘാതം സഹിക്കാൻ കഴിയാതെ മുലപ്പാൽ നുകരുന്ന കുഞ്ഞോമന കുഞ്ഞിന്റെ മുഖത്തേക്ക് കണ്ണിട്ടു നോക്കി കരയുന്ന വിധവകളായ ഉമ്മമാരുടെ കൈകളിലേക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സഹായ ഹസ്തങ്ങൾ നീട്ടിയ ഒരു പണ്ഡിതൻ ഈ രാജ്യത്തുണ്ടോ? അത് ഖമറുലുലമ കാന്തപുരം ഉസ്താദാണോ? നൂറുകണക്കായ അനാഥ മക്കളോ, ഉമ്മമാരുടെ മുലപ്പാൽ നുകരുന്ന കുഞ്ഞുമക്കളെ ആ ഉമ്മയുടെ മടിത്തട്ടിലിൽ താരാട്ട് പാട്ടുപാടി ഉറക്കുവാനും വളർത്തുവാനുമുള്ള സാമ്പത്തിക സഹായങ്ങളോ, ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലേക്ക് പറിച്ചു നടാൻ പറ്റുന്ന പ്രായം വരെയും മാതാവിന്റെ മടിത്തട്ടിലിൽ പരിരക്ഷിക്കുകയും പിന്നീട് ആ കുഞ്ഞുമക്കളെ കാരന്തൂർ മർക്കസ് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടോ നൂറുകണക്കായ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ കരസ്പർശം നൽകുന്ന കാന്തപുരം ഉസ്താദോ, അതിന്റെ വേദിയായ കളിത്തൊട്ടിലായ കാരന്തൂർ മർക്കസുസ് സഖാഫത്തി സുന്നിയ. സഹോദരന്മാരെ, മതവർണ്ണ വൈജാത്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ടോ അമുസ്ലിങ്ങളും മുസ്ലിങ്ങളുമായ മുലപ്പാൽ നുകരുന്ന കുഞ്ഞുമക്കൾക്കാണോ മർക്കസിന്റെ കാരുണ്യ കരസ്പർശം ലഭിച്ചുകൊണ്ടിരിക്കുന്നതോ? ഇനിയും നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ആ മർക്കസിന്റെ മടിത്തട്ടിലാണോ, ആ മർക്കസിന്റെ കത്തളത്തിലെ അനാഥാലയത്തിന്റെ തിരുമുറ്റമാണോ മഹാനായ കാന്തപുരം ഉസ്താദ് തന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ കണ്ടെത്താറുള്ളതോ? ചന്ത സന്തോഷങ്ങൾ പങ്കിടാൻ അവിടുന്ന് കടന്നു വരാറുള്ളത് എട്ടും പൊട്ടും തിരിയാത്ത അനാഥ മക്കളുടെ അരികിലേക്കാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കാന്തപുരം ഉസ്താദോ അവിടുത്തെ തിരക്കു പിടിച്ച സമയങ്ങളിൽ നിന്ന് തന്റെ അനാഥകളെ കാണുവാൻ കണ്ടെത്തുന്ന അസുലഭമായ സന്ദർഭങ്ങളുണ്ടോ? ആ അനാഥ മക്കളുടെ അരികിലേക്ക് മഹാനായ കാന്തപുരം ഉസ്താദ് കടന്നു വരുമ്പോൾ ആരാണ് അനാഥാലയത്തിന്റെ അകത്തളത്തിൽ ഉസ്താദിന്റെ മുഖത്തേക്ക് കണ്ണിട്ടു നോക്കുന്ന മക്കൾ ആരാണ്? അള്ളാഹുവിന്റെ വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയ പിതാവിന്റെ അസാന്നിധ്യം കാരണത്താൽ മാതാവിന്റെ മടിത്തട്ടിലിൽ കിടന്ന് കിന്നരിക്കാനെന്ന വിധി കൊടുക്കാത്ത അനാഥകളായ അരുമ മക്കളുടെ അരികിലേക്ക് ഒരു പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് തെരുവിലൂടെ കടന്നുപോയി 10 കാശിന് മിഠായി വാങ്ങി തിന്നാർ അള്ളാഹു വിധി കൊടുക്കാത്ത അനാഥ മക്കളുടെ അരികിലേക്ക് കയ്യിലൽപ്പം മിഠായി പേക്കുമായി കടന്നു വരുന്ന കാന്തപുരം ഉസ്താദിന്റെ ഹൃദയാരിയായ രംഗങ്ങളുണ്ട്. ഒരു പിതാവിനോടെന്ന പോലെ, ഒരു വല്ലിപ്പയോടെന്ന പോലെ അവിടത്തെ കൈകളിൽ നിന്ന് മിഠായി വാങ്ങാൻ മത്സരിക്കുന്ന അനാഥകളോ, ആ വല്ലിപ്പയോടെന്ന പോലെ അവിടത്തെ മടിയിലൊന്ന് കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കള്, ഒരു വല്ലിപ്പയോടെന്ന പോലെ അവിടത്തെ ലോലമായ താടിരോമങ്ങളിൽ കുഞ്ഞിളം കൈകളെ കൊണ്ട് തലോടി കിന്നരിക്കുന്ന അനാഥകളുണ്ടല്ലോ. ഈ രാജ്യത്തിന്റെ മുറ്റത്തേക്ക് കാന്തപുരം ഉസ്താദ് നൽകിയ കാരുണ്യത്തിന്റെ ഹൃദയകാരിയായ ചിത്രമാണത്. ആ മർക്കസിന്റെ മഹത്തായ സേവന വിപ്ലവങ്ങളോ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. മർക്കസ് 3.5 പതിറ്റാണ്ട് മുമ്പ് ഉയർത്തിവിട്ട നവോത്ഥാനത്തിന്റെ കാൽക്കുളമ്പടി ശബ്ദങ്ങൾ കേരളത്തിലെ SSFകാർ SYSകാർ ഏറ്റെടുക്കുകയോ രാജ്യത്തങ്ങോളം ഇങ്ങോളം മലബാറിന്റെ കേരളത്തിന്റെ തെരുവീതികളിൽ
അഗതികളുടെയും അനാഥകളുടെയും ആശാ കേന്ദ്രമായി നൂറുകണക്കായ വൈജ്ഞാനിക വിളക്കുമാടങ്ങൾ വളർന്നു വന്ന് നമ്മുടെ പ്രദേശത്തെ മുസ്ലിം വിദ്യാർത്ഥികളുടെ മനസ്സുകളോട് വിദ്യാഭ്യാസം കൊണ്ട് സംവദിക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുന്നത് ഗുജറാത്തിലാണ്. ആ ഗുജറാത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് അസ്തിത്വ വിഭാടനത്തിന് വേണ്ടി ശ്രമിച്ച അരാജകത്വത്തിന്റെ തെരുവുകളിലേക്ക് എടുത്തെറിയപ്പെട്ട വിധവകളായ ഉമ്മമാരുടെ കൈകളിൽ നിന്നോ അനാഥകളായ മക്കളെ കൈപിടിച്ചു കൊണ്ടുപോയി കലാലയമുറ്റങ്ങളിൽ പതിട്ടിച്ചുകൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദ് കാരന്തൂർ മർക്കസിന്റെ കീഴിൽ പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഗുജറാത്ത് മുസ്ലിങ്ങളുടെ പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെടിയൊച്ച നിലക്കാത്ത കാശ്മീരിന്റെ തെരുവീതികളിൽ അതേ രാജ്യത്ത് 6 പതിറ്റാണ്ടിലേറെ കാലമായി പാർശ്വവൽക്കരണത്തിന്റെ പീഡാനുഭവങ്ങളുമായി കടിഞ്ഞുകൂടുന്ന പശ്ചിമ ബംഗാളിന്റെ തെരുവുകളിലൂടെ കടന്നുപോയി അവിടെയുള്ള പതിതരായി കഴിയുന്ന മുസ്ലിം ജനസാമാന്യത്തിന്റെ നവോത്ഥാന തുടിപ്പുകളുടെ നാഴികക്കല്ലായി നൂറുകണക്കായ പള്ളികളെയും മതകലാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൈമാറിയതോടൊപ്പം ആ രാജ്യത്തെ ജനസമൂഹത്തിന്റെ സമൃദ്ധിക്കാവശ്യമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതേ ജലവിതരണ പദ്ധതികൾ, സമാനമായ സുഹൃത്തുക്കളുമായി ഇന്ത്യ രാജ്യത്തെ 10ഓളം വരുന്ന സംസ്ഥാനങ്ങളിലൂടെ നിറഞ്ഞു വഴിഞ്ഞൊഴുകുന്ന നവോത്ഥാനത്തിന്റെ നവ്യാനുഭവങ്ങളായി കാന്തപുരം ഉസ്താദിന്റെ ആത്മീയമായ നവോത്ഥാനത്തിന്റെ കാലൊച്ചകൾ ഉജ്ജ്വലമായി പ്രജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മർക്കസിന്റെ സേവനം, അതിന്റെ നവോത്ഥാനം ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതീക്ഷയായി പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന്റെ കൈത്തിരി നാളവുമായി മർക്കസ് കടന്നുവന്നു. ഇന്നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവെക്കാൻ പുതുതലമുറയ്ക്ക് സ്നേഹത്തിന്റെ ഊഷ്മളത പകർന്നു നൽകി മർക്കസ് സ്ഥാപനങ്ങൾ സമത്വത്തിന്റെ നിസ്തുല സ്തംഭമായി ഗുജറാത്തിൽ നിലകൊള്ളുന്നു. ഉത്തർപ്രദേശ് 3 പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂരിൽ 29 അനാഥകൾക്ക് ആശ്രയ കേന്ദ്രമൊരുക്കിയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം. 10,000-ലധികം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സർവകലാശാലയുടെ ചിട്ടവട്ടങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ് മർക്കസ് ഇന്ന്. പ്രൈമറി തലം തൊട്ട് ബിരുദാനന്തര പഠന വിഭാഗം വരെയുള്ള വിദ്യാഭ്യാസാവസരങ്ങൾ മർക്കസ് മുന്നോട്ടുവയ്ക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ, USA, കാനഡ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, നേപ്പാൾ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് മർക്കസ് പഠന സൗകര്യമൊരുക്കുന്നുണ്ട്. കാരന്തൂരിലെ പ്രധാന ക്യാമ്പസിനു പുറമെ വിവിധ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമായി മർക്കസ് പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. മർക്കസിനു കീഴിൽ സൗദി അറേബ്യൻ തലസ്ഥാനമായ ജിദ്ദയിൽ മഹ്റുൽ ഉലൂം പബ്ലിക് സ്കൂൾ വിജയകരമായി പ്രവർത്തിക്കുന്നു. മഹ്റുൽ ഉലൂമിൽ മലയാളികൾക്കു പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും പഠിതാക്കളാണ്. വിശ്വപ്രസിദ്ധമായ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിക്ക് പുറമെ അലിഗഡ് യൂണിവേഴ്സിറ്റി, ഹംദർദ് യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്നിവയുമായി അക്കാദമിക് തലത്തിൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ മർക്കസിന് കഴിഞ്ഞു. ലോകതലത്തിൽ തന്നെ അപൂർവമായ അൽ അസ്ഹറിന്റെ തുല്യതാ പദവി ലഭിച്ച പഠന കേന്ദ്രങ്ങളിലൊന്ന് കേരളത്തിലാണെന്നത് രാജ്യത്തിനു തന്നെ അഭിമാനമാണ്. 3 പതിറ്റാണ്ടിലധികമായി 1/4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ തെളിമ നൽകാൻ മർക്കസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നേരിട്ടും അല്ലാതെയും 10 ലക്ഷത്തോളം പേരിലേക്ക് അറിവിന്റെയും കരുണയുടെയും സന്ദേശമെത്തിക്കുകയായിരുന്നു മർക്കസ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാനവിക ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് സ്ഥാപനത്തിന്റെ പ്രയാണം. അതുകൊണ്ടുതന്നെ ജാതി, മത, ദേശ പരിഗണനകൾ കൂടാതെ എല്ലാ വിഭാഗത്തിനും അറിവും കനിവും നൽകുന്ന പദ്ധതികളാണ് മർക്കസ് ഏറ്റെടുത്ത് നടത്തുന്നത്. അറബി ഭാഷാ പഠനത്തിൽ ഇസ്ലാമിക പഠന വിഭാഗങ്ങളിൽ
അസ്ഹറിന്റെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്ന രാജ്യത്തെ ഏക പഠന കേന്ദ്രമാണ് മർക്കസ്. ഈ മാതൃകയിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും അന്താരാഷ്ട്ര പ്രശസ്ത യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് മർക്കസ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ആദ്യപടി എന്നോണമാണ് കോഴിക്കോട് കർമ്മയോഗ്യമായ തന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഈ വിപ്ലവങ്ങൾ സാധിച്ചെടുത്തത്. അലവി മാലിക് ഓർപ്പെടുത്തിയതുപോലെ പൗരാണികരായ പണ്ഡിതന്മാർ അവർ വലിയവരാണ്. ആ വലിയവരായ മഹാന്മാരുടെ ചെരുപ്പെടുക്കുന്ന ഒരു പ്രബോധനം, അവർ കടന്നുപോയ വഴിയിൽ അവരെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം അവരെ പിന്തുടരാനുള്ള സാഹസങ്ങളായ ശ്രമങ്ങളാക്കി മാറ്റിത്തീർത്തതിന്റെ പരിണിതിയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. കേട്ടിട്ടില്ലേ നിങ്ങള്? മഹാനായ റളിയല്ലാഹു തആല അൻഹു തങ്ങള് രാജ്യം ഭരിക്കുന്ന ഹിശാം എന്ന ഭരണാധികാരിയെ കാണാൻ പോകുന്ന രംഗമുണ്ട് ചിത്രത്തിലോ. ആ ഹിശാം എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുമ്പിലേക്ക് അത്താഹ് തങ്ങൾ ചെല്ലുമ്പോൾ അത്താഹ് തങ്ങൾക്ക് ഹിശാമിന്റെ മുമ്പിലെത്തുമ്പോ ഹിശാം ചോദിക്കുന്നു, എന്തിനാ വന്നതോ? ആ സമയത്ത് അത്താഹ് തങ്ങൾ പറയുന്ന ആവശ്യം എന്താണ്? അതേ, അഹ്ലുൽ ഹറമൈനി അഹ്ലുല്ലാഹി വജീറാനി റസൂലില്ലാഹ്, ഈ ഹറമിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന, ഹറമുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും ആളുകളാണ്. അവർക്കുള്ള റേഷൻ ഭക്ഷ്യവസ്തുക്കളോ അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ തടയപ്പെടുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് നൽകണമെന്നാവശ്യപ്പെടാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഹിശാമിന്റെ മുന്നിൽ അവലാതി പറയുമ്പോൾ, സമൂഹത്തിന് വേണ്ടി ഒരു പണ്ഡിതന്റെ പണ്ഡിതോചിതമായ ഇടപെടലിന്റെ മുന്നിൽ തലകുനിക്കുന്ന ഹിശാം ആ ആളുകൾക്കുള്ള റേഷൻ വിതരണ പദ്ധതി ഒരു കൊല്ലത്തേക്ക് പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായി ചോദിക്കുന്നു, വേറെ വല്ല കാര്യവുമുണ്ടോ? ഹിശാമിനോട് അത്താഹ് തങ്ങൾ പറയുന്നു, അഹ്ലുൽ ഹിജാസ്, അഹ്ലു നജ്ദ്, ഈ നജ്ദുകാരും ഹിജാസുകാരും അറേബ്യൻ സമൂഹത്തിന്റെ അടിത്തറകളാണ്. അവർക്ക് നൽകപ്പെടേണ്ട സക്കാത്തിന്റെ വിഹിതങ്ങൾ തടയപ്പെടുന്നു എന്ന ആശങ്കയുണ്ട്. ഒരിക്കലും അവരുടെ സക്കാത്തിന്റെ മൂല്യങ്ങൾ അവർക്ക് തടയപ്പെടാൻ പാടില്ല. മൂന്നാമതും ചോദിക്കുന്നു, വേറെ എന്താണ്? അത്താഹ് തങ്ങൾ പറയുന്നു, രാജ്യത്തിന്റെയും ദീനിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ശത്രുക്കളോട് കഠിനാധ്വാനം ചെയ്ത് പടവെട്ടുന്ന സൈന്യമുണ്ടല്ലോ, ആ സൈന്യത്തിന്റെ അവകാശങ്ങൾ അനിക്കാൻ പാടില്ലെന്നാണ് അത്താഹ് തങ്ങൾ പറയുന്നതോ. നാലാമത് ചോദിക്കുന്നു, വേറെ വല്ലതും? അത്താഹ് തങ്ങൾ പറയുന്നു, അഹ്ലു ദിമ്മത്തി ലാ യുകല്ലഫൂന മാ ലാ യുതീഖൂൻ, ഈ ഇസ്ലാമികമായ കൺട്രിയിൽ നമുക്ക് നികുതി തന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളുണ്ടോ? അവരോട് അക്രമങ്ങളും അനീതികളും കാണിക്കാൻ പാടില്ല. സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി പണ്ഡിതോചിതമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇടപെടൽ നടത്തി മനുഷ്യ സമൂഹത്തിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിച്ച പണ്ഡിതോചിതമായ ചരിത്രത്തിന്റെ പുനരാവർത്തനങ്ങൾ തന്റെ കഴിവിൽപ്പെട്ടത് ചെയ്തു തീർക്കുകയായിരുന്നു കാന്തപുരം ഉസ്താദ്. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വൈവിധ്യങ്ങളാർന്ന ദേശഭാഷ സംസ്കാരങ്ങളുടെ സംഗമമായ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പഠന ക്ലാസ്സിൽ വെച്ചുകൊണ്ട് വിശ്വപ്രസിദ്ധമായ ബുഖാരിയുടെ ഹദീസിന്റെ വരികളിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാരോട് ഇസ്തിഗാസയുടെയും സ്ത്രീരഹിത ജമാഅത്തിന്റെയും പ്രാമാണികതയെ കുറിച്ച് സംവദിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്കറിവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ പാഠശാല ആരംഭിക്കുന്ന പ്രഭാതങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് എറിയപ്പെടുന്ന പത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ആ പത്രത്തിന്റെ താളുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയാൽ കക്ഷി രാഷ്ട്രീയ വിദേശമന്യേ ഇടപെടുന്ന കാന്തപുരം ഉസ്താദിന്റെ ശബ്ദം കാണാ. കാർഷിക വിളകൾക്ക് വിലയിടിഞ്ഞാൽ ഇടപെടുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന കാണാ. ഈ കാലോചിതമായി ഇസ്ലാമിന്റെ ആത്മീയധാരക്ക് മുറിവേൽപ്പിക്കാതെ ഉജ്ജ്വലമായി സമുദായത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഒരു വ്യാഴവട്ടക്കാലം, ഒരു നീണ്ട കാലഘട്ടം ഈ സമുദായത്തെ സേവിച്ച പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. 3.5 പതിറ്റാണ്ട് കാലം കാന്തപുരം ഉസ്താദിന്റെ സാമൂഹിക പോരാട്ടങ്ങളുടെ കളിത്തൊട്ടിലായി കേരളീയർ ഉജ്ജ്വലമായ പാഠം പകർന്ന കേന്ദ്രമാണ് മർക്കസുസ് സഖാഫത്തി സുന്നിയ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, സമുദായത്തിന്റെ
സമുദ്ധാരണത്തിന് വേണ്ടി, സാമൂഹിക സേവനത്തിന്റെ മാനവിക മൂല്യങ്ങളുടെ ഉജ്ജ്വലമായ പരിവർത്തനങ്ങൾക്ക് വേണ്ടി മർക്കസും കാന്തപുരം ഉസ്താദും മുന്നോട്ട് വെക്കുന്ന സദുദ്യമങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണയായി, പ്രാർത്ഥനയായി, പ്രചോദനങ്ങളായി വാക്ക് നൽകി ചിരി തന്നുകൊണ്ട്, പ്രാർത്ഥന തന്നുകൊണ്ട് ഈ മഹാവിപ്ലവത്തിന്റെ കൂടെ നിന്ന മലയാളി മനസ്സുകളോട് സ്നേഹത്തോടുകൂടെ ആവശ്യപ്പെടാനുള്ളതോ, ഇനിയും നാനോന്മുഖമായ കർമ്മ പദ്ധതികളുമായി നമുക്കിടയിലേക്ക് കടന്നു വരുന്ന മർക്കസിന്റെ മഹത്തായ വിപ്ലവ പ്രവർത്തനങ്ങളോട്, സാമൂഹിക സമുദ്ധാരണ നവോത്ഥാന തുടിപ്പുകളോട് കഴിഞ്ഞ കാലങ്ങളിൽ സഹകരിച്ചതുപോലെ, പിന്തുണച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ തെരുവിൽ നിന്ന് നിങ്ങൾ നീട്ടിയ നാണയത്തുട്ടുകൾ ഒരു മഹാവിപ്ലവത്തിന്റെ നാഴികക്കല്ലായി മാറിയത് ആ ചരിത്ര വസ്തുത നന്ദിയോടുകൂടെ സ്മരിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളെ സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മർക്കസിനെ കുറിച്ചടുത്തറിയാൻ, മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ചടുത്തറിയാൻ ഈ വരുന്ന ജനുവരി 4 മുതൽ 6 കൂടിയ ദിനങ്ങളിൽ ലോക പ്രശസ്തരായ പണ്ഡിതന്മാര്, ചിന്തകന്മാര്, ഗവേഷകന്മാർ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഭരണകൂടങ്ങളൊക്കെയും സംബന്ധിക്കുന്ന കൃത്യമായ പഠനാർഹമായ മഹാസംഗമത്തിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ കലാലയമുറ്റങ്ങളിലൂടെ കടന്നു വന്ന 4 പതിറ്റാണ്ട് കാലത്തെ യുവതലമുറയുടെ മനതലങ്ങളോട് ധർമ്മ വിപ്ലവത്തിന്റെ അലയുരികൾ മുഴക്കി സംവദിച്ച് കലാലയമുറ്റങ്ങളിലേക്ക് ധർമ്മത്തിന്റെ തീപന്തങ്ങളായി ആഞ്ഞടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ധർമ്മ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFന്റെ ഐതിഹാസികമായ 40ാം വാർഷിക സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ 26 മുതൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ സഹകാരികളും പ്രചാരകരും പ്രബോധകരുമാകാൻ സാന്ദർഭികമായി മുഴുവൻ ആളുകളെയും ഓർമ്മപ്പെടുത്തി നമ്മൾ അള്ളാഹുവിന്റെ ദീൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന മുഴുവൻ ഖൈറുകളും അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ. അവൻ പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഖാദിമുകളായി അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീ